നമസ്കാരം. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിന്റെ വില കൂൾ ഓഫ് ആയതും കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സുകൾ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതും മൂലം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് വേണം പ്രതീക്ഷിക്കാൻ. ഡോ ജോൺസ് 0.83%, S&P 1%, നാസ്ഡാക്ക് 1.22% ഉയർന്നാണ് കഴിഞ്ഞ ദിവസം പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത്. ഓയിലിൻ്റെ പ്രൈസിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വില 2.84% ഇടിഞ്ഞപ്പോൾ WTI ക്രൂഡിൻ്റെ വില 5.28% ഇടിഞ്ഞ് $93 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വിലയിലുണ്ടായ കൂൾ ഓഫാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചത്. കൂടാതെ ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണ ടാങ്കറുകൾ കടന്നു പോകുന്നതിനുള്ള തടസ്സങ്ങൾ ഏറെക്കുറെ അല്ലെങ്കിൽ പടിപടിയായി മാറുന്നതും, എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇറാൻ്റെ ഖർഗ് ഐലൻഡ് പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇനിയും ശക്തമായ ആക്രമണമുണ്ടാകുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ് മൂലമാണ് ഓയിലിൻ്റെ വിലയിലുണ്ടായ ഓയിലിൻ്റെ വിലയിൽ ഒരു കൂൾ ഓഫ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം HDFC ബാങ്ക്, M&M തുടങ്ങിയ സ്റ്റോക്കുകളിൽ വന്ന ഡീസന്റ് പെർഫോമൻസിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് 1% ഉയരുകയും 23,340 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 23,500, 23,550 തുടങ്ങിയ ലെവലുകളായിരിക്കും ഇന്നത്തെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. അതേസമയം 23,200, 23,150, 23,050 തുടങ്ങിയ ലെവലുകൾ ഇന്നത്തെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് GMDC. റെയർ എർത്ത് എലമെൻസിൻ്റെ പര്യവേഷണത്തിന് വേണ്ടി GMDCയും NMDCയും തമ്മിൽ ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. RVNL എന്ന കമ്പനിക്ക് NMDCയിൽ നിന്നും 95 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് RVNL എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. കുപ്പിഡ് എന്ന കമ്പനി ജപ്പാനീസ് ക്വാളിറ്റിയുള്ള ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ എന്ന ഒരു ബ്രാൻഡിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുപ്പിഡ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. സാഗർ സിമൻറ്റ്, ആന്ധ്ര സിമൻസിൻ്റെ 7.24% സ്റ്റേക്കുകൾ 52 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ OFS വഴി വിറ്റഴിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെ വിലയിൽ 1.5% വർധനവ് വരുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 1 തീയതി മുതലായിരിക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെ വില വർധനവ് നടപ്പിലാക്കുക. ഇൻട്രിം ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഹഡ്കോ എന്ന കമ്പനി മാർച്ച് 23 തീയതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. പവർമെക് എന്ന കമ്പനിക്ക് അദാനി ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റിൽ നിന്നും 710 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് പവർമെക് പ്രോജക്റ്റ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. റെയിൽടെൽ കോർപ്പ് എന്ന കമ്പനിക്ക് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ സർവീസിൽ നിന്നും 42 കോടി രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഒമാക്സെ എന്ന കമ്പനി ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ 2 കൊമേഴ്സ്യൽ പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കൊമേഴ്സ്യൽ പ്രോജക്റ്റുകൾക്ക് റെറയുടെ രജിസ്ട്രേഷൻ ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അമോണിയയുടെ ലഭ്യതക്കുറവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തുടർച്ചയായി വരുന്നുണ്ട്. ആൽക്കൈൽ അമൈൻ എന്ന സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ അമോണിയയുടെ ലഭ്യതക്കുറവ് ആൽക്കൈൽ അമൈനിൻ്റെ പല ബൈ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന പ്ലാന്റുകളുടെ പ്രവർത്തനത്തെയും താൽക്കാലികമായി തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആൽക്കൈൽ അമൈൻ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഫസ്റ്റ് എനർജി 8 എന്ന കമ്പനിയുടെ 10.8% സ്റ്റേക്കുകൾ ഇന്ത്യ സിമൻറ്റ് 18 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ അക്വിസിഷൻ പോയിന്റ് ഓഫ് വ്യൂ വാരി എനർജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അസ്ട്രൽ എന്ന കമ്പനി വീണ എനർജി സസ്റ്റൈനബിൾ പവർ എന്ന കമ്പനിയുടെ 19% സ്റ്റേക്ക് അക്വയർ ചെയ്തതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ബജാജ് ഇലക്ട്രിക്കൽസും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. മോർഫി റിച്ചാർഡ്സ് ബ്രാൻഡിൻ്റെ കംപ്ലീറ്റ് റൈറ്റ് കമ്പനി 141 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ടാണ് ബജാജ് ഇലക്ട്രിക്കൽസ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക. കൂടാതെ ഏഞ്ചൽ വൺ എന്ന കമ്പനി ഇൻട്രിം ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി മാർച്ച് 20 തീയതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്